സൂര്യൻ താനേ മറയുന്ന സൂര്യൻ ഇന്നലെ ഈ തറവാട്ടിലെ കത്തി കളിച്ചൊരു പൊൻ പടിഞ്ഞാറ് സൂര്യൻ താഴെ മറയുന്ന സൂര്യൻ ഇന്നലെ ഈ തറവാട്ടിലെ തത്തി കളിച്ചൊരു പൊൻ സൂര്യൻ ആരടി മണ്ണിലുറങ്ങലയോ പുറത്തെ മുറ്റത്ത് ആരടി മണ്ണിലുറങ്ങലയോ. ഹായ് ഗൈസ്, എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഈ പാട്ട് കേട്ടില്ല, നമ്മളെ മണിയേടൻ്റെ പാട്ട്, ചാലക്കുടി മണി, നിലക്കാത്ത മണി. നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് നമ്മളെ മണിച്ചേട്ടൻ്റെ പാട്ടുകളൊക്കെ. അപ്പം ഞാൻ വന്നത് ഈ പാട്ടൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു സെറ്റ് എന്ന് പറയുമ്പോൾ ചെറിയൊരു സ്പീക്കർ, ആക്ച്വലി ചെറിയൊരു ബോർഡ് വെച്ച് വലിയ സ്പീക്കർ വർക്ക് ചെയ്യിക്കാറുള്ളത്. ഒരു 10 വാട്ട്സ് ഉണ്ടാവുള്ളൂ. ഒരു 5 വാട്ട്സ് ഏകദേശം ബോർഡിന് ഒരു 10 വാട്ട്സ് ഉണ്ടാവും. 5 വാട്ട്സ് ആ ലെവലിലൊക്കെ ഉണ്ടാവുള്ളൂ. ആ സാധനം വെച്ചിട്ടൊരു 10 ഇഞ്ച് ഉണ്ടാവും. 10-12 ഇഞ്ച് ഉണ്ടാവില്ല, 12 ഇഞ്ചിക്ക് ഇല്ല, 10 ഇഞ്ച് ആ ലെവലിലൊരു സംഭവം. ആ സ്പീക്കർ ഒരു 80 വാട്ട്സ് പിടിച്ചു. എൻ്റെ അറിവിലൊരു 80 വാട്ട്സ് അല്ലെങ്കിൽ മാക്സിമം ഒരു 80 വാട്ട്സ് ഉണ്ടാവും. കാരണം 40 വാട്ട്സ് 80 വാട്ട്സ് ഉണ്ടാവും. 40 വാട്ട്സ് 50 വാട്ട്സ് ഒരു 25 ആ ലെവലിൽ ഒരു 80 വാട്ട്സ് പിടിച്ചു. ഈ 80 വാട്ട്സ് വെച്ചിട്ട് ഞാനൊരു 10 വാട്ട്സിൻ്റെ ഒരു ബോർഡ് വെച്ചിട്ട് സ്പീക്കർ വർക്ക് ചെയ്യിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ആണ് ഞങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്, ഒരു വീഡിയോ. അപ്പോൾ അത് വലിയ സംഭവമൊന്നുമില്ല. നമുക്കൊരു ചെറിയൊരു ചുരുങ്ങിയ ചിലവ് എന്ന് പറയുമ്പോൾ വീട്ടിൽ സ്പീക്കർ ഉള്ളവർ എത്ര ഒരു വാട്ട്സായാലും കുഴപ്പമില്ല, അതിന് കൂടുതലാവണ്ട. ഒരു 40 വാട്ട്സിൻ്റെ താഴത്തേക്കുള്ളൊരു ലെവലിലാണെങ്കിൽ 40 വാട്ട്സ്. അപ്പോൾ എൻ്റെ ഉള്ള 80 വാട്ട്സിൻ്റെ തോന്നുന്നത്, കാരണം സ്പീക്കറിൻ്റെ അതൊന്നും കാണില്ല. സ്പീക്കർ പല വലുപ്പത്തിന് പല ഒരു രീതിയിലൊക്കെയാണ് വാട്ട്സ് സെറ്റ് ചെയ്യാറ്, എൻ്റെ കോയിനും എൻ്റെ ഇതൊക്കെ. അങ്ങനെ ഏറ്റവും ഒരു ചെറിയൊരു സ്പീക്കർ നമുക്ക് നല്ല അത്യാവശ്യമായിട്ട് നമുക്ക് വണ്ടിയിലിപ്പോൾ വാട്ടില്ലാത്തതുകൊണ്ട് വണ്ടി സെറ്റ് കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ അങ്ങനെ യൂസ് ചെയ്യാം. ബാക്കിൽ വെച്ചിട്ട് ഫോണിൽ ബ്ലൂടൂത്ത് വർക്ക് ചെയ്യും, FM വർക്ക് ചെയ്യും, ഓഡിയോ പിന്നെ വർക്ക് ചെയ്യും, USB വർക്ക് ചെയ്യും, മെമ്മറി വർക്ക് ചെയ്യും. ഒരു ഏകദേശം ഒരു 3 മണിക്കൂർ. ഇപ്പോൾ ഈ വലിയ സ്പീക്കർ അതിൻ്റെ ഒരു 3 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഏകദേശം കിട്ടും. ഞാൻ ചെക്ക് ചെയ്തിപ്പോൾ ഒരു ഏകദേശം ഒരു ചെറിയ സ്പീക്കർ ആകുമ്പോൾ ഒരു 4-5 മണിക്കൂർ കിട്ടുന്നുണ്ട്. അതിൻ്റെ ചെറിയ സ്പീക്കർ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ശരിക്കും ഇതിൻ്റെ സ്പീക്കർ. ഇതല്ല, നല്ലൊരു സ്പീക്കർ ഏകദേശം ഇതേ വലിപ്പം തന്നെ, ഇതേ ക്വാളിറ്റി തന്നെ, 4 വാട്ട്സൊക്കെ വരുന്നത് തന്നെ. ഒരു 4 ഓം 5 വാട്ട്സ് സെറ്റ്. ഞാനൊരു ബ്ലൂടൂത്തിൻ്റെ സ്പീക്കറാണ് മേടിച്ചത്. ബ്ലൂടൂത്ത് സ്പീക്കറാണിത്, കണ്ടോ? ഇത് ഇവിടെ 10 ദിർഹമുള്ളൂ. ഷാർജ സെംന എന്ന സ്ഥലത്ത് 121 ഡെൽറ്റ എന്ന് പറയും. അവിടുന്ന് മേടിച്ചത്. ഇതിൻ്റെ ഉള്ളിലത്തെ കൂരിയെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു നല്ലൊരു ഐഡിയ വന്നപ്പോൾ ഒരു ചെയ്യാനുള്ളൊരു ഇതൊക്കെ. അപ്പോൾ നല്ല പാട്ടും നല്ല സൗണ്ട് ഉണ്ട്. ഞാനിപ്പോൾ സൗണ്ട് കുറച്ച് വെച്ചിക്കൊള്ളാം, കാരണം അപ്പുറത്തെ റൂമിലൊക്കെ ഓരോരുത്തർ കിടന്നുറങ്ങുന്നതാണ്. അപ്പോൾ ഈ ടൈമിലൂടെ നമുക്ക് ഇല്ലായതുകൊണ്ട് നമുക്ക് ഒരു വിഷയം, അവിടെ ഒരാൾ കിടന്നുറങ്ങുന്നുണ്ട്. അതൊക്കെ രീതി കൊണ്ട് സൗണ്ട് ഒരു ഏകദേശം ഒരു ഇത്ര ഇട്ടല്ലേ, ഒരു 20 ഇട്ടാണ് ഇത്ര സൗണ്ട് ഞാൻ വർക്ക് ചെയ്തിരിക്കുന്നത്. 1 റൂമിലത്തെ വാതിലടവാണ്, ഇത്ര ഈ സൗണ്ട് ഇത്ര കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിൽ വീഡിയോക്ക് കിടക്കാം. പുള്ളി സംസാരിച്ച് ഇനി ബോറടിക്കില്ലായിരുന്നു. അപ്പോൾ ഓക്കെ, വീഡിയോയിൽ കിടക്കാം. അപ്പോൾ ഇതാണ് ആ ബോർഡ്. ഇതാണ് ഒരു 10 ഇഞ്ച് സ്പീക്കർ. 10 ഇഞ്ച് ഉണ്ടാവും, കാരണം ഇതൊരു 4, 8, 10 പിടിച്ചോ 12 ഒരു ഷേപ്പ് പോലെ തോന്നിയിരുന്നോ, 10 ഒക്കെ ഇരിക്കും. ഓക്കെ, ഇതിൻ്റെ ട്യൂട്ടർ, ഇത് ഹോള്, ചെറിയൊരു ട്യൂട്ടർ പോലത്തെ സംഭവം. അപ്പോൾ അതാണ് ബോർഡ്.
ഇതിലിപ്പോൾ ഇതാ USB മെമ്മറി, ചാർജ് കയറ്റാം, ഓഡിയോ എക്സ് കേബിള്, പിന്നെ ഇതാ ഇതിൻ്റെ ബാറ്ററി ഇതായിരിക്കണേ. ബാറ്ററി സൂപ്പർ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചിരിക്കുന്ന സംഭവം, സൂപ്പർ ഗ്ലൂ വെച്ചിട്ട്. ഇതിലിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സംഭവമാണ് ഇത്. ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഇതിൻ്റെ സ്വിച്ച്, മെമ്മറി പണ്ടുണ്ടോ അങ്ങനെ വെച്ചിട്ട് ഇരിക്കുന്ന ഒരു മോഡലാണിത്. ഇത് ഞാൻ വെച്ചിട്ട് നേരെ വയറ് സ്പീക്കറിൽ കൊടുത്ത് ഇത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ FM കിട്ടണത്. ഇതിൽ FM കിട്ടുന്നുണ്ട്, അതൊക്കെ മതിൽ കാണിക്കാം. അപ്പോൾ ഇതാണ് സ്പീക്കർ. അപ്പം നമുക്കിത് ഇഷ്ടമുള്ള നല്ല പാട്ട് വെക്കാം. അങ്ങനെയുണ്ട് കാര്യങ്ങൾ. ഇതിപ്പോൾ നിങ്ങൾക്ക് ചുരുങ്ങി ചിലവെന്ന് പറയുമ്പോൾ പറഞ്ഞില്ല 10 ദിർഹം. ഇതിപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കൂട്ടാൻ ഒപ്പിച്ചു തന്നതാണ്. ഇവിടുത്തെ ഒരാക്രി പറയാം, ആക്രി സാധനങ്ങളൊക്കെ എടുക്കുന്ന ഒരാളെ കയ്യിൽ നിന്ന് ഇതും ഇതേപോലത്തെ 2 എണ്ണം, ഒരു JBL, ഒരു 1000 വാട്ട്സിൻ്റെ ഒരു JBL, അത് നമുക്ക് സംഘടിപ്പിച്ച് തന്നു നമ്മളെ കൂട്ടുകാരൻ. അങ്ങനെ കിട്ടിയാണിത്. 20 ദിർഹം, അതിൻ്റെ ഉള്ളിൽ 3 കിട്ടി. അങ്ങനെയൊക്കെ മേടിച്ച് തന്നെ. അപ്പോൾ നമ്മൾക്ക് സ്പീക്കറൊക്കെ ഉണ്ടെങ്കിൽ, ഇങ്ങനത്തെ ഏതെങ്കിലും സെറ്റപ്പ് സംഭവം ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ആവണമെന്നില്ല, ഇതുപോലത്തെ ചെറുതൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒരു 5 വാട്ട്സ്, അതിൻ്റെ താഴെയുള്ളതൊക്കെ ആയിരിക്കും അതിൻ്റെ ബോർഡ്. അത് നമുക്കൊരു ഏകദേശം നമുക്കൊരു കണക്ക് വെച്ച് കൊടുക്കണം. ഇതിലിപ്പോൾ ആംപ്ലിഫയറിൽ സെറ്റ് ചെയ്യണമെങ്കിൽ ഒരു കുഴപ്പമില്ലാത്തൊരു രീതിയിലുള്ള സൗണ്ടൊക്കെ കിട്ടും. ഇതിപ്പോൾ ഒരു ആംപ്ലിഫയർ പോലത്തെ സംഭവമാണ്. ഇപ്പം ഇത്രയും എനിക്കൊരു ഭാഗത്തിൽ എൻ്റെ ഒരു ഐഡിയ തോന്നിയപ്പോൾ ഞാൻ ഈ സംഭവം ഇങ്ങനെ ചെയ്ത് കൂടാ എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ഇതിലേക്ക് കയറ്റി നോക്കി. ഇതിലും കയറ്റി വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ JBL ഇതിൽ വരുമ്പോൾ അത്യാവശ്യം നമുക്ക് റൂമിൽ കിട്ടുന്ന സൗണ്ട് ഉണ്ട്. നമുക്കൊരു ആഗ്രഹം നമ്മൾ ഉള്ളതുകൊണ്ട് ഓണം പോലെ ഇതിനൊരു ചെറിയ സംഭവം, നല്ല വർക്കിംഗ്, നല്ല ചൈനയുടെ സാധനമായതുകൊണ്ട് ഇതൊരു എന്തോ ഒരു ഭാഗ്യത്തിന് നല്ലൊരു കണ്ടുപിടുത്തത്തിൻ്റെ ഒരു ഭാഗമായത് കാരണം ബോർഡ് വെക്കുന്നു. ഇത്രയും വാട്ട്സിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ബോർഡ് പോകേണ്ടതാണ്. ഒരു സംഭവം ഇതുപോലെ ചൂടാവണമെന്നില്ല, സൗണ്ട് കൂടുതലല്ല. അപ്പോൾ എല്ലാവരും ഇതിങ്ങനത്തൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ചിലപ്പോൾ എല്ലാവരും യൂസ് ചെയ്യാണ്ട് കംപ്ലൈൻ്റ് ആയിട്ട് വെച്ചവരുണ്ടാവും. ചിലപ്പോൾ ബാറ്ററിയൊക്കെ കംപ്ലൈൻ്റ് ആയിരിക്കും, ബാറ്ററിയൊക്കെ ഇറങ്ങിയതായിരിക്കും. അപ്പോൾ ബാറ്ററിൻ്റെ കണക്ഷനൊക്കെ മാറ്റി നമ്മൾക്ക് നല്ല രീതിയിൽ ചാർജിൻ്റെ പിന്നൊക്കെ ബാക്കിൽ ചാർജർ കയറ്റുക, കുത്തിയിട്ട് വർക്ക് ചെയ്യിക്കുക. FM കിട്ടുന്നുണ്ട്, ഞാൻ FM ഒക്കെ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ്. നല്ല എന്തെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം, കയ്യിലുള്ളവർ. എന്ത് സംശയം ഉണ്ടെങ്കിൽ അതിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളെ മണിയേട്ടൻ്റെ പാട്ട് വെച്ചില്ലേ, നമുക്ക് ആരെ പാട്ട് വെക്കണ്ടേ? നമുക്കൊരു നല്ലൊരു പാട്ട്, മണിയേട്ടൻ്റെ പാട്ട് തന്നെ. മണിയേട്ടൻ പാടുന്നൊരു പാട്ട്, സ്റ്റേജ് പ്രോഗ്രാമിൻ്റെ ഒരു റിവ്യൂടെ. ഒരു സിനിമ തുടങ്ങിയാൽ കുറച്ച് കഴിയുമ്പോൾ ഒരു 4-5 റീലുകൾ കഴിയുമ്പോഴാണ് സാധാരണ നായകൻ പ്രത്യക്ഷപ്പെടുന്നത്, അല്ലേ? ഇതാ ഈ പരിപാടിയിലെ നായകനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മലയാള മിമിക്രി രംഗത്ത് മലയാള സിനിമാ വേദിയിൽ നിന്നും തമിഴ്, തെലുങ്ക്, കന്നഡ തുടങ്ങിയ എല്ലാ ദക്ഷിണേന്ത്യൻ ഭാഷകളിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച, വെണ്ണിക്കൊടി പാറിച്ച പ്രിയപ്പെട്ട കലാകാരൻ, മലയാള സിനിമയുടെ, മലയാളത്തിന്റെ കറുത്ത മുത്ത്, നാടൻ പാട്ടിന്റെ സുൽത്താൻ, ശ്രീ കലാഭവൻ മണിയെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. മറക്കാൻ പറ്റാത്തൊരു സംഭവം കേട്ടോ മണിയേട്ടൻ്റെ കാര്യങ്ങൾ. മണിയേട്ടനാണ്, മുത്ത് മണിയാണ്. കണ്ടില്ലേ പഞ്ചാര ചിരി കണ്ടില്ലേ? എല്ലാവർക്കും സുഖല്ലേ? പിന്നെന്താ, ഒരുപാട് സന്തോഷം തോന്നാണ്. ഞാന് കലാഭവനിലൂടെ മിമിക്രിയിൽ വന്നെങ്കിലും ആകെ ഒരു പ്രാവശ്യം മാത്രമേ മാഹിയിൽ ഒരു പരിപാടിക്ക് വന്നിട്ടുള്ളൂ. പക്ഷേ അതൊരു പുണ്യമായിട്ട് കാണാണ്. അതിനുശേഷം മണിയേട്ടാ നമ്മളൊന്നും മറക്കൂല കേട്ടോ. നമ്മളൊരു കാര്യങ്ങളൊക്കെ നമ്മള് മണിയേട്ടൻ്റെ പാട്ടുകളൊക്കെ ഇട്ടൊക്കെ ഇങ്ങനെ മറക്കാൻ പറ്റും. നമ്മൾ സങ്കടമൊക്കെ വരുമ്പോൾ എന്ന രീതിയിലൊക്കെ അല്ലെ, ഒരു സന്തോഷ രീതിയിലൊക്കെ പാടുന്ന ഒരു പാട്ടാണ് മണിയേട്ടൻ്റെ അല്ലേ? എല്ലാവരും ഒരു നാടൻ പാട്ടില്ലാണ്ട്, മണിയേട്ടൻ്റെ പാട്ടില്ലാണ്ട് ഒരു സ്റ്റേജ് പരിപാടിയും ഇല്ല. ഒരിക്കലും ഒരു സിനിമാ താരത്തിനെ കാണുന്ന മാതിരി കാണണ്ട. നിങ്ങൾ എല്ലാവരും ആ പഴയ ഓട്ടോറിക്ഷ ഓടിക്കുന്ന മണിയെ കണ്ടാൽ മാത്രം മതി, വേറൊന്നും വേണ്ട. നമുക്കൊരു താരചാടയോട് കൂടിയിട്ടുള്ള പരിപാടി നമുക്ക് കാണണ്ട, അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ പറയണം, അത് ഞാൻ പാടും. തീർച്ചയായിട്ടും ഇന്നിവിടെ നടക്കുന്ന പരിപാടിക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഒന്ന്, ഇവിടെ
ആദ്യം നന്ദി പറയേണ്ടത് നമ്മുടെ നമ്മുടെ AV ശ്രീധരൻ സാറ്. അദ്ദേഹത്തിനോട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 25 വർഷമൊക്കെ ജയിക്കാന്ന് പറഞ്ഞാൽ വലിയ പാട്ട് വരട്ടെ. അതുകൂടാതെ കണ്ട് എന്നെ വത്സരാജ് സാറ്, അദ്ദേഹത്തിന് ഞാനിവിടെ വരുന്നതിന് മുമ്പ് പറഞ്ഞു മണി വരികയാണെങ്കിൽ നിങ്ങളുടെ പ്രോത്സാഹനം മാത്രം ഉണ്ടായാൽ മതി. ഓക്കെ, പിന്നെ ഒരു പ്രത്യേകിച്ച് നന്ദി പറയാനുള്ളത്, അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ ഒരുപാട് ബുദ്ധിമുട്ടി നമ്മുടെ ഇവിടുത്തെ പോലീസ് ഓഫീസേഴ്സ് വളരെ സ്മാർട്ടായിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ വേദിയിൽ വെച്ച് പറയുകയാണ്. എല്ലാവർക്കും നന്ദി. ഇനി ആദ്യ ഗാനം ഏത് പാടണം എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം അത് പാടാം. ഉമ്പായി പൂച്ചാണ്ട് മതിയോ? അത് മതിയോ? ഈ ഗാനം മണിച്ചേട്ടൻ്റെ ഒക്കെ ഒരു ജീവിതമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗാനമാണ്. ഞാൻ എൻ്റെ ജീവിതം ഏതു വേദിയിലും തുറന്നു പറയുന്ന ഒരു കലാകാരനാണ്. എനിക്ക് അതിൽ അഭിമാനമേ ഉള്ളൂ. സത്യം, ഞാനത് തോറ്റതുകൊണ്ടാണ് ഞാൻ സിനിമ നടനായത്. അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം പോലീസ് ആവണമെന്നായിരുന്നു. പക്ഷേ അത് നന്നായി, ദൈവം എൻ്റെ തലയിൽ വരച്ചത് കറക്റ്റാ. അപ്പൊ ഈ 10ാം ക്ലാസ് എഴുതി തോറ്റാലും ഒരു കാര്യം മനസ്സിലാക്കണം, പഠിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ലെന്നേ. ഒരു കാര്യമില്ല. ഈ 10ാം ക്ലാസ് 3 പ്രാവശ്യം എഴുതി തോറ്റ ആൾ ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വേഷം തന്നെ ജില്ലാ കളക്ടർ, ജഡ്ജി, വക്കീല്, CI. എന്തിന് ഈ അടുത്ത കാലത്ത് ഒരു പെണ്ണിന്റെ പ്രസവെടുത്ത ഡോക്ടറെ ഞാൻ. അത് പറഞ്ഞ് പഠിച്ചിട്ടൊന്നും കാര്യമില്ല. പക്ഷെ മക്കളെ തമാശക്ക് പറഞ്ഞാണ്, കുഞ്ഞുമക്കൾ എല്ലാവരും നന്നായി പഠിക്കണം. ഇത് മണിച്ചേണ്ട ഒരു തമാശയെ കൂടെ മാത്രം പറഞ്ഞാണ്. എന്നാലും എനിക്ക് നിങ്ങളൊക്കെ എനിക്ക് ഒരു നടൻ എന്ന് പറയാൻ മാത്രം ഒരു പ്രത്യേക ഒരു ക്വാണ്ടിറ്റി ഉള്ള ഒരാളല്ല ഞാൻ. എന്നാലും എന്നെ നിങ്ങൾ 2 കൈ നീട്ടി സ്വീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പൊ ഞാനിപ്പോൾ പാടാൻ പോകുന്ന പാട്ടും എൻ്റെ ജീവിതവും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. അതായത് മണ്ണിൻ്റെ മണവും വിശപ്പ് എന്താണെന്ന് അറിയാവുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ പാട്ടിൻ്റെ എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ അനുഭവിച്ച ദുരന്തമാണ് ഈ പാട്ട്. തീർച്ചയായിട്ടും ആ പാട്ട് നമുക്ക് കേൾക്കാം. ഓക്കെ, നിങ്ങൾ പറയുന്ന എല്ലാ പാട്ടും പാടാട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ എന്തായാലും ചോറ് വളിക്കും എന്നുള്ള ഉറപ്പാണ്. കാരണം ഇത്രയും നേരമായില്ലേ. എന്നാലും നമുക്കിന്നൊരു നല്ലൊരു പരിപാടി കണ്ടു എന്നുള്ളൊരു സമാധാനം മാത്രമേ ഉണ്ടാവും. കാരണം ഇതിൽ വന്നിരിക്കുന്ന എല്ലാ കലാകാരന്മാരും ഞങ്ങളൊക്കെ, ഞാനും നാദർശൊക്കെ ഒരുമിച്ച് എത്രയോ വർഷമായിട്ട് ഇങ്ങനെ പ്രോഗ്രാമിന് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. നിങ്ങളൊരു വീട്ടിലുള്ളൊരു പ്രോഗ്രാമായിട്ട് കണ്ടാൽ മതി. ഉമ്പായിക്കുച്ചാണ്ട് പ്രാണം കത്തണുമാ വഴല പൊട്ടിച്ച് വയല പൊട്ടിച്ച് പാപ്പുണ്ടക്കണുമാ വയറ് കറ്റാല് എന്റെ കൊടല് കത്തണുമാ പങ്കിട്ട് ദൈവം പറകണുമാ കുച്ചാണ്ട് പാണം കത്തണുമാ വല പൊട്ടിച്ച് പാപ്പുണ്ടക്കണുമാ. കണ്ടില്ലേ? നേരത്തെ പറഞ്ഞൊരു കാര്യം, അപ്പൊ ഞാനീ പാട്ട് പാടാനല്ല കറക്റ്റായിട്ട് വന്നത്. ഞാനൊരു എൻട്രി ആയിക്കോട്ടെ വെച്ചാൽ നമ്മളെ മണിയേട്ടൻ്റെ ഒരു ഓർമ്മകൾ, നമ്മളെ പാട്ട് വെച്ചാൽ മണിയേട്ടൻ്റെ പാട്ടുകൾ വെച്ച് തുടങ്ങി. ഇനിയിപ്പോൾ നമ്മളെ വീഡിയോയിലേക്ക് പകുതി ഇപ്പം FM ഒക്കെ വർക്ക് ചെയ്യിക്കണ്ടേ, അപ്പം അതിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ ബ്ലൂടൂത്ത് FM ആണ്. ഒരു റേഞ്ച് വ്യത്യാസം വരുന്നുണ്ട്.
FM ആണ് വർക്ക് ചെയ്യണത്. മറ്റേ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഇവിടുത്തെ UAE FM ആട്ട കിട്ടണത്. നമ്മളിപ്പോൾ മാറ്റിണ്ടെങ്കിൽ ഖുർആൻ പറയാനോ ഉണ്ടല്ലോ. ഇതാണ് അതിൻ്റെ ഒരു വയറ് ഉണ്ടല്ലേ. നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ നിലത്തിട്ടു ഇവിടെ കൈ വെച്ച് കഴിഞ്ഞാൽ aux input motor. The Bluetooth device is ready to pair. ഹായ്, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യണം, ഓൾ ബട്ടണും ക്ലിക്ക് ചെയ്യണം, മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ വെയിറ്റിംഗ്. ഐ ആം വെയിറ്റിംഗ്.